നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിൽ 87-ാം അധ്യായമാണ്. ശ്രുതിഗീത അഥവാ വേദസ്തുതി ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. 14-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ പറഞ്ഞത്. തുടർന്നുള്ള ശ്ലോകങ്ങളാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം വായിക്കാം. ആദ്യം വായിക്കുന്നത് 9-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 87-തമോऽധ്യായഃ. ശ്രീഭഗവാനുവാച. സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകേ ഭവത്പുരാ തത്ര സ്ഥാനാം മാനസാനാം മുനീനാമൂർധ്വരേതസാം സ്വേദദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദസ്സു സംവൃത്തഃ ശ്രുതയോ യത്ര ചേരതേ തത്ര ഹായമഭൂത് പ്രശ്നഃ ത്വം മാം യം അനുപൃച്ഛസി തുല്യശ്രുതതപശീലാഃ തുല്യസ്വീയാരിമധ്യമാഃ അപി ചക്രുഃ പ്രവചനം ഏകം ശുശ്രൂഷവോപരേ. സനന്ദന ഉവാച. സ്വസൃഷ്ടമിദമാപീയ ശയാനം സഹ ശക്തിഭിഃ തദന്തേ ബോധയാൻ ചക്രുഃ തല്ലിംഗൈ ശ്രുതയഃ പരം. യഥാ ശയാനം സമ്രാജം വന്ദിനസ്തത്പരാക്രമൈഃ പ്രത്യൂഷേഭ്യത്യ സുശ്ലോകൈഃ ബോധയന്ത്യനുജീവിനഃ. ശ്രുതയ ഊജുഃ. ജയ ജയ ജഹ്യജാം അജിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗഃ. അഗജഗദോഗസാം അഖിലശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരതോനുചരേന്നിഗമഃ. ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃദി വാ വികൃതാദ്. അതർഷയോദതുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം.
ഇതി തവ സൂരയസ്ത്രധിപതേ കില ലോകമല ക്ഷപണഗാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹുഃ കിമുദ പുനഃ സ്വധാമ വിദുദാസയ കാലഗുണാ പരമഭജന്തി യേ പദമജസ്രസുഗാനുഭവം ധൃതയ ഇവ ശ്വസന്ത്യസുഹൃദോ യദി തേനു വിധാ മഹദഹമാദയൊണ്ടമസൃജൻ യദനുഗ്രഹദഃ പുരുഷവിദോന്വയോത്ര ചരമോന്നമയാദിഷു യഃ സദസദഃ പരം ത്വമദയദേഷ്വവശേഷമൃതം ഉദരമുപാസത്തെ ഋഷിവത്മസു കൂർപ്പദൃശഃ പരിസരപദ്ധതിം ഹൃദയമാരുണയോ ദഹരം തത ഉദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പദന്തി കൃതാന്തമുഖേ സ്വകൃതവിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാ തരതമദശ്ചകാസ്യനലവത്സ്വകൃതാനുകൃതിഃ അദവിദദാസ്വമൂഷ്വവിദദം തവ ധാമ സമം വിരജതിയോന്വയന്ത്യഭിവിപണ്യവയേകരസം സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തരസംവരണം തവ പുരുഷം വദന്ത്യഖില ശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേംഗ്രിമഭവം ഭുവി വിശ്വസിതാഃ ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോഃ ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമപീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാഃ ത്വദനുപദം കുലായമിദമാത്മസുഹൃത്പ്രിയവത് ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച ന ബദരമന്ധ്യഘോ അസദുപാസനയാത്മഹനോ യദനുശയാ ഭ്രമന്ധ്യുരുഭയേ കുശരീരഭൃതഃ നിഭൃതമരുന്മനോക്ഷദൃഢയോഗയുജോ ഹൃദി യത് മുനയ ഉപാസതേ തദരയോപി യയുസ്മരണാത് സ്ത്രിയ ഉരഗേന്ദ്രഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമദൃശോऽംഘ്രിസരോജസുധാഃ കൈഹനു വേദബദാവരജന്മലയോഗ്രസരം യത ഉദഗാദൃശിർയമനുദേവഗണാ ഉഭയേ തർഹി ന സന്ന ചാസദുഭയം ന ച കാലജവഃ കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീത യദാ ജനിമസദഃ സദോ മൃതിമുദാത്മനി യേ ച വിദാം വിപണമൃതം സ്മരന്ത്യുപദിശന്തിത ആരുപിതൈഃ ത്രിഗുണമയഃ പുമാനിധിഭിദാ യദബോധകൃതാ ത്വയി ന തതഃ പരത്ര സ ഭവേദ് അവബോധരസേ സദിവ മനസ്ത്രിവൃത്വയി വിഭാത്യ സദാ മനുജാത് സദപി മൃശന്ത്യശേഷമിദമാത്മതയാത്മവിദഃ ന ഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സ്വകൃതമനുപ്രവിഷ്ടമിദമാത്മതയാവസിതം തവ പരിയേചരന്ത്യഖില സത്വനികേതതയാ തൗദപദാക്രമന്ത്യവിഗണയ്യ ശിരോ നിരുദേഃ പരിവയസേ പശൂനിവ ഗിരാ വിബുധാനപിതാൻ ത്വയി കൃത സൗഹൃദാ ഖലു പുനന്ദിനയേ വിമുഖാഃ ത്വമകരണ സ്വരാടകില കാരകശക്തിധരഃ തവ ബലിമുദ്വഹന്തി സമദന്ത്യജയാ നിമിഷാഃ വർഷഭുജോകിലക്ഷിതിപതേരിവ വിശ്വസൃജോ വിദധതി യത്ര യേ ത്വധികൃതാ ഭവതശ്ചകിതാഃ സ്ഥിരചരജാതയസ്യുരജയോക്തനിമിത്തയുജോ
വിഹര ഉദീക്ഷയാ യദി പരസ്യ വിമുക്ത തതഃ നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയത ഇവാപദസ്യ തവ ശൂന്യതുലാം ദദദഃ അപരിമിതാ ധ്രുവാസ്തനുഭൃതോ യദി സർവഗദാഃ തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവനേതരധാഃ അജനിജയന്മയം തദവിമുച്യ നിയന്ത്രഭവേത് സമമനുജാനതാം യദമതം മദദുഷ്ടതയാ ന ഘടത ഉദ്ഭവ പ്രകൃതി പൂരുഷയോ രജയോ ഉഭയയുജാ ഭവന്ത്യസുഭൃതോ ജലബുദ്ബുദവത് ത്വയി തൈമേ തതോ വിവിധനാമഗുണൈഃ പരമേ സരിത ഇവാർണവേ മധുനിലില്ലുരശേഷരസാഃ നൃഷു തവ മായയാ ഭ്രമമമീഷവഗത്യ വൃശം ത്വയി സുധിയോ ഭവേദദതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാം ഭവഭയം തവ യദ്ഭ്രുകുടിഃ സൃജതി മുഹുസ്ത്രിണേമിരഭവത്സരണേഷു ഭയം വിജിതഹൃഷീകവായുഭിരദാന്തമനസ്തുരഗം യൈഹ യതന്തി യന്തുമതിലോലമുപായഗിതഃ വ്യസനശതാന്വിതാ സമവഹായ ഗുരോശ്ചരണം വണിജ ഇവാജ സന്ധ്യകൃതകർണധരാ ജലധൗ സ്വജനസുതാത്മദാരധനധാമധരാസുരദൈഃ ത്വയി സതി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനതോ രതയേ ചരതാം സുഗയതി കോന്മിഹ സ്വവിഹതേ സ്വനിരസ്തഭഗേ ഭുവി പുരു പുണ്യതീർത്ഥസദനാനി ഋഷയോ വിമദാസ്തൗത ഭവത്പദാംബുജഹൃദോ ഗപിതംഘ്രിജലാഃ ദദതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ ന പുനരുപാസത്തെ പുരുഷസാരഹരാവസദാൻ സദൈതമുത്ഥിതം സദിതി ചേന്നനു തർക്കഹതം വ്യഭിചരതി ക്വച ക്വച മൃഷാന തദോ ഭയയുഗം വ്യവഹൃതയേ വികൽപയിഷിതോന്ദ പരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്തജടാൻ നയതിദമഗ്ര ആസന ഭവിഷ്യതോ നിദനാദ് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപദൈഃ വിതധ മനോവിലാസമൃതമിത്യവയന്ത്യബുധാഃ സ യദജയാ ത്വജാമനുശയീത ഗുണാംശ്ച ജുഷൻ ഭജതി സരൂപദാം തദനു മൃത്യുമപേദഭഗഃ ത്വമുതജഹാസിതാം അഹിരിവ ത്വജമാത്തഭഗോ മഹസി മഹീയശ്രേഷ്ഠഗുണിതേ പരിമേയഭഗഃ യദി ന സമുദ്ധരന്തി യതയോ ഹൃദി കാമജടാ ദുരധിഗമോ സതാം ഹൃദി ഗതോ സ്മൃതകണ്ഡമണിഃ ആസുതൃപയോഗിനാം ഉഭയതോപ്യസുഖം ഭഗവൻ അനപഗതാന്തകാത് അനതിരൂഢപദാത് ഭവതഃ ത്വദവഗമീന വേത്തി ഭവദുത്തശുഭാശുഭയോർ ഗുണവിഗുണാന്വയാൻ തർഹി ദേഹഭൃതാം ച ഗിരഹം അനുയുഗമന്വഹം സഗുണഗീതപരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ ദ്യുപദയ ഏവ തേന യയുരനന്ദമനന്ദദയാ ത്വമപി യദന്തരാണ്ഡനിചയാ നനു സാവരണാഃ കൈവരജാം ശിവാന്തി വയസാ സഹ യത്ശ്രുതയഃ ത്വയി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ
നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ശ്രുതിഗീത അഥവാ വേദസ്തുതി, ഇതാണ് ഈ 87-ാം അധ്യായത്തിൻ്റെ വിഷയം. അതിൻ്റെ പ്രസക്തി അഥവാ ഭാഗവതം ദശമസ്കന്ധത്തിൽ ഈ അധ്യായത്തിൻ്റെ സാങ്കത്യം എന്താണെന്നൊക്കെ നമ്മൾ സാമാന്യം വിശദമായി തന്നെ കണ്ടു. ഭഗവാൻ സഗുണ അവതാരമെടുക്കുമ്പോഴും സ്വരൂപത്തിൽ നിർഗുണൻ തന്നെയാണ്. ഈ സഗുണ ഉപാസനയിലൂടെ നമ്മൾ നിർഗുണ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തണം. ഇതാണ് സഗുണോപാസനയുടെ താല്പര്യം തന്നെ, അഥവാ ലക്ഷ്യം തന്നെ. സഗുണോപാസന എന്നുള്ളത് അവിടെ തന്നെ ഇരിക്കാനുള്ളതല്ല, അവിടെ നിന്ന് ഉയർന്ന് ആ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ളതാണ്. ഇൻഡിവിജ്വാലിറ്റി ടു ടോട്ടാലിറ്റി, ടോട്ടാലിറ്റി ടു റിയാലിറ്റി എന്ന് പലതവണ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഉപാസനയുടെ എല്ലാം ആ ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ച അതാണ്. ഇൻഡിവിജ്വാലിറ്റി ടു ടോട്ടാലിറ്റി, ടോട്ടാലിറ്റി ടു റിയാലിറ്റി. അപ്പോൾ ആദ്യം നമ്മളെല്ലാവരും ദേഹാഭിമാനികളാണ്, സ്വാർത്ഥരാണ്, അഹങ്കാരികളാണ്. ആ സ്വാർത്ഥത കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്, അല്ലേ? അതിന് കാരണമോ അജ്ഞാനമാണ്. ഈ അജ്ഞാനം മൂലത്തോടുകൂടി നശിച്ചാൽ മാത്രമേ നമ്മുടെ സ്വാർത്ഥത പൂർണ്ണമായി പോവുകയുള്ളൂ. അജ്ഞാനം ലേശമെങ്കിലും ബാക്കി നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകും. ഭയത്തിൽ നിന്ന് സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള ചിന്തയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ സുരക്ഷിതനാണ്, എന്നെ നശിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു വസ്തുവിനും സാധ്യമല്ല എന്നുള്ള ബോധ്യമാണ് ഉറക്കേണ്ടത്. അത് ഉറക്കണമെങ്കിൽ നാശരഹിതമായിട്ടുള്ള ആത്മസ്വരൂപനാണ് എന്ന് നല്ലതുപോലെ ഉറക്കണം. അപ്പോൾ ആ ആത്മസ്വരൂപത്തെ വേണ്ടതുപോലെ അറിയാൻ നമ്മൾ യോഗ്യത നേടണം. മനസ്സ് ശുദ്ധമാകണം, ഏകാഗ്രമാകണം, സൂക്ഷ്മമാകണം, വികസിതമാകണം. അപ്പോൾ അതിനുള്ളതാണ് ഉപാസനകളെല്ലാം.
അങ്ങനെ ആദ്യം ഇഷ്ടദേവതാ ഉപാസനയിലൂടെ തുടങ്ങി ആ ഇഷ്ടദേവത ഈ പ്രപഞ്ച ആകാരനാണെന്ന് അറിഞ്ഞ് ആ ഇഷ്ടദേവതയെ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണണം. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമായി കാണുന്നതോടുകൂടി നമ്മൾ ആ ടോട്ടാലിറ്റിയിലേക്ക് എത്തി. ഇൻഡിവിജ്വാലിറ്റി ടു ടോട്ടാലിറ്റി എന്നുള്ള ആ ഒരവസ്ഥയിലേക്ക് എത്തി. പിന്നീട് അവിടുന്നും ഉയരാനുണ്ട്. അതാണ് ടോട്ടാലിറ്റി ടു റിയാലിറ്റി എന്ന് പറയുന്ന അവസ്ഥ. ആ റിയാലിറ്റി ഇതിനൊക്കെ അതീതമാണ്. ഈ കാണുന്ന സമഷ്ടി പ്രപഞ്ചം ആ സത്യവസ്തുവിൻ്റെ ഒരു സ്ഫുരണം മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സ്ഫുലിംഗം മാത്രമാണ്. എങ്ങനെയാണോ നല്ല വലിയ അഗ്നിയിൽ നിന്ന് ചെറിയ ചെറിയ സ്ഫുലിംഗങ്ങൾ പുറത്തേക്ക് വരുന്നത്, അതുപോലെയാണ് പരമചൈതന്യത്തിൽ നിന്ന്, ആ ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചങ്ങളാകുന്ന സ്ഫുലിംഗങ്ങൾ ഉണ്ടായി വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ അനന്തമായ പരമസത്യത്തെ നിരന്തരമായ നിധിധ്യാസനം കൊണ്ട് ഉറപ്പിക്കണം. അവിടുന്ന് ഇളകാതെ ആവണം മനസ്സ്. ആ ഇളകാതാവലാണ് സമാധി. അപ്പോൾ ആ സമാധിയിലേക്ക് നയിക്കാൻ ഈ പറഞ്ഞ പടികൾ കടന്നു വരണം. നമ്മൾ ഈ അറിവുകൾ നേടി നേടി വരണം. അപ്പോൾ അതാണ് ഈ ശ്രുതിഗീതയിലൂടെ സഗുണവും നിർഗുണവും ഒന്നു തന്നെയാണ്. വേദങ്ങൾ ആ പരമാത്മാവിനെ, ഈശ്വരനെ, ചൈതന്യത്തെ ഗുണാത്മകമായും പിന്നീട് നിർഗുണമായും വർണ്ണിച്ചു തരുന്നു. അതിൻ്റെ ലക്ഷ്യാർത്ഥമാണ് നമ്മൾ അറിഞ്ഞ് നിധിധ്യാസനം ചെയ്യേണ്ടത്. ലക്ഷ്യാർത്ഥത്തിന് വിചാരം ചെയ്യാനുള്ളതാണ് ലക്ഷണാവൃത്തികൾ അഥവാ ഭാഗത്യാഗ ലക്ഷണം മുതലായ ആ ലക്ഷണാവൃത്തികളിലൂടെ ആ പൊരുളിനെ വേർതിരിച്ച് എടുക്കണം. ഉപാധികളിൽ നിന്നെല്ലാം അതീതമായിരിക്കുന്ന ആ ചൈതന്യത്തെ വേർതിരിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ശ്രുതിഗീത പറയപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ദശമസ്കന്ധത്തിലെ ഇത്രയും അധ്യായങ്ങൾ കൊണ്ട് 86 അധ്യായങ്ങൾ കഴിഞ്ഞു. ഭഗവാന്റെ കഥകൾ കേട്ട് 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 നമ്മുടെ ഹൃദയം ശുദ്ധമായി, അത് ബഹിർമുഖമായി പോയിക്കൊണ്ടിരുന്നതിൽ നിന്ന് അതിനെ അന്തർമുഖമാക്കാൻ അഥവാ നിരുദ്ധമാക്കാൻ, നിരോധം എന്നുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ കഥകളുടെ സാമർഥ്യം അത് സാധിക്കട്ടെ. നമ്മുടെ മനസ്സ് അന്തർമുഖമാവട്ടെ, ശുദ്ധമാകട്ടെ. അപ്പോൾ നമുക്ക് ഈ വേദവാക്യങ്ങളെ വിചാരം ചെയ്ത് അതിൻ്റെ ലക്ഷ്യാർത്ഥത്തെ ബോധിക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് ശാന്തി അഥവാ മോക്ഷം സാധ്യമാവുന്നുള്ളൂ. ഇതാണ് വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കേണ്ടത്. അപ്പോൾ പരീക്ഷത്തിൻ്റെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ അധ്യായം ആരംഭിച്ചത്. അനിർദ്ദേശ്യവും നിർഗുണവും സത്തിനും അസത്തിനും പരവുമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ എങ്ങനെയാണ് ഗുണവൃത്തികളായ വേദങ്ങൾ നേരിട്ട് പ്രവേശിക്കുന്നത്, എങ്ങനെയാണ് അതിന് വർണ്ണിക്കാനുള്ള സാമർഥ്യമുള്ളത്? കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത്. അതിന് മറുപടിയായിട്ട് ശുകബ്രഹ്മർഷി പറഞ്ഞു തുടങ്ങി. ഭഗവാൻ പ്രഭു ഈ ചരാചരാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അഥവാ ജീവന്മാർക്ക് ഉപാധികളെ കൊടുത്തു. ശരീര മനോബുദ്ധികളാകുന്ന പ്രാണൻ, ഇന്ദ്രിയങ്ങൾ മുതലായ ഉപാധികളോടുകൂടി ശരീരങ്ങളെ കൊടുത്തു. ബാഹ്യലോകത്തെ
അനുഭവിക്കാനും ഉള്ളിലേക്ക് തിരിയാനും പ്രവർത്തിക്കാനുമായിക്കൊണ്ട്, നിവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിക്കൊണ്ട്, പ്രവർത്തികളെല്ലാം നിവർത്തിക്കാനായിക്കൊണ്ട്, അല്ലേ? പ്രവർത്തികളെല്ലാം നിവർത്തിച്ച് നിവർത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ജീവന്മാർക്കെല്ലാം ശരീരങ്ങളെ നൽകിയ ശേഷം നമുക്ക് വേണ്ട ഉപദേശങ്ങളും ഭഗവാൻ തന്നു. അതാണ് ഉപനിഷത്തുക്കൾ. ബ്രാഹ്മി, ബ്രഹ്മത്തെ സംബന്ധിച്ച ഉപനിഷത്തുക്കൾ, അത് നമ്മുടെ പൂർവീകന്മാർ ഏറ്റെടുത്തു. അവർ പരമ്പരയാ നൽകി വന്നു. അതിനെ ആരാണോ ശ്രദ്ധയോടുകൂടി ധരിക്കുന്നത് അവൻ ക്ഷേമത്തെ പ്രാപിക്കുന്നു. ശ്രദ്ധയാ ധാരയേദ്യസ്താം ക്ഷേമം ഗച്ഛേത് അകിഞ്ചനഃ. അവൻ അകിഞ്ചനായി ക്ഷേമത്തെ, മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ഒരു പരമ്പരയാ ഈ അറിവ് നമുക്ക് കിട്ടിയതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ നാരായണനും നാരദനുമായിട്ടുള്ള സംവാദം ബദരീനാഥത്തിൽ വെച്ച് നടന്ന, നാരായണ ആശ്രമത്തിൽ വെച്ച് നടന്നതായിട്ടുള്ള കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഒരിക്കൽ ലോകങ്ങളെല്ലാം ചുറ്റി സഞ്ചരിക്കുന്ന നാരദൻ നാരായണാശ്രമത്തിലേക്ക് ചെന്നു. എവിടെയാണോ ഈ ഭാരതവർഷത്തിൻ്റെ ക്ഷേമത്തിനും സ്വസ്തിക്കുമായി കൊണ്ടും മറ്റും കൽപ്പാന്തം വരെ തപസ്സനുഷ്ഠിക്കുന്നത് ഈ നാരായണ ഋഷി, അവിടെ കലാപഗ്രാമവാസികളായ ഋഷികളാൽ ചുറ്റപ്പെട്ടവനായി ഇരിക്കുന്ന നാരായണ ഋഷിയെ കണ്ട് നാരദൻ ചെന്ന് നമസ്കരിച്ച് ഇതമേവ അപൃച്ഛത്, ഹേ പരീക്ഷിത്തെ, നീ ചോദിച്ച ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അപ്പോൾ ബാക്കിയുള്ള ഋഷികളെല്ലാം കേട്ടുകൊണ്ടിരിക്കെ ആ ഭഗവാൻ നാരായണ ഋഷി എന്ത് പറഞ്ഞു കൊടുത്തുവോ ആ ബ്രഹ്മവാദം, ആ ബ്രഹ്മത്തെ സംബന്ധിച്ച ചർച്ച, അതാര് തമ്മിൽ? പൂർവേഷാം ജനലോക നിവാസിന, ജനലോകവാസികളായ നമ്മുടെ പൂർവീകന്മാരുടെ അഥവാ സനകാദികൾ തമ്മിൽ സംവദിച്ചതായിട്ടുള്ള ആ വിഷയം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി ആദ്യം പറഞ്ഞു. അത് പിന്നീട് കഥയിലേക്ക് പ്രവേശിച്ചു. ശ്രീ ഭഗവാൻ ഉവാച അഥവാ നാരായണ ഋഷി ഉവാച, അല്ലയോ നാരദ, പണ്ട് ജനലോകത്തിൽ ഒരു ബ്രഹ്മസത്രം ഭവിച്ചു. അവിടെ വസിക്കുന്നവരായ ഊർധ്വരേതസ്സുകളായ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാദി മുനികൾ തമ്മിൽ എപ്പോഴാണ് അങ്ങ് ശ്വേതദ്വീപത്തിൽ അനിരുദ്ധ ഭഗവാനെ കാണാനായിട്ട് ചെന്നതായിട്ടുള്ള സമയത്ത് ഈ ബ്രഹ്മവാദം നന്നായി വർദ്ധിച്ചു. വേദങ്ങളെ സംബന്ധിച്ച വിഷയമാണ് അവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ നീ ചോദിച്ച അതേ ചോദ്യം അവിടെയും ഉണ്ടായി, അതേ പ്രശ്നമാണ് അവിടെ ചർച്ച ചെയ്തത്. അത് ഞാൻ പറഞ്ഞു തരാം. ആ തുല്യമായിട്ടുള്ള വേദജ്ഞാനവും തപസ്സും ശീലവും എല്ലാം ഉള്ളവരും സ്വകീയന്മാരെയും അരികളെയും മധ്യമന്മാരെയും തുല്യന്മാരായി കാണുന്ന ആ സനകാദികൾ അവരിൽ ഒരാളെ പ്രവക്താവായും മറ്റുള്ളവർ ശുശ്രൂഷുക്കളായും ഭവിച്ചു. എന്നിട്ട് ആ സനന്ദനൻ എന്ന ഋഷി മറ്റ് സനകാദികളോട് ഇപ്രകാരം പറഞ്ഞ് തുടങ്ങി. ഭഗവാൻ പ്രളയകാലത്ത് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ സൃഷ്ടിജാലങ്ങളെയും തൻ്റെ ശക്തികളോടുകൂടി തൻ്റെ ഉള്ളിലേക്ക് അടക്കി വെച്ചുകൊണ്ട് ആപാനം ചെയ്തുകൊണ്ട് ശയിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ആ ശയിക്കുന്ന ഭഗവാനെ ഉണർത്തുവാനായിക്കൊണ്ട് ബോധയാൻ ചക്രുഹു, ആ ഭഗവാനെ ഉണർത്തുകയാണ്. തദന്തേ, ആ പ്രളയാന്തേ, തല്ലിംഗൈ, ആ ഭഗവാന്റെ ലക്ഷണങ്ങളെ കൊണ്ട് ആ ശ്രുതികൾ ആ പരമപുരുഷനെ സ്തുതിച്ചു. എപ്രകാരമാണോ
ശയിക്കുന്നതായിട്ടുള്ളൊരു ചക്രവർത്തിയെ പുലർകാലത്ത് സൂതമാഗത വന്ദികൾ എന്ന് പറയുന്നവർ ആ രാജാവിൻ്റെ പരാക്രമങ്ങളെയെല്ലാം സ്തുതിച്ചുകൊണ്ട് പുലർകാലത്തിൽ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുക, ഉണർത്തുക, പള്ളി ഉണർത്തുന്നത് പോലെ ഈ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായ, ഭഗവാന്റെ തന്നെ ശ്വാസത്തിൽ നിന്ന് സംഭവിച്ചതായ ഈ ശ്രുതികൾ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. ആ ശ്രുതികൾ ആദ്യം പറഞ്ഞത് ഭഗവാനോട്, ഭഗവാനെ ജയിക്കൂ ജയിക്കൂ, അങ്ങ് ജയിച്ചാലും അങ്ങ് തന്നെയാണ് എപ്പോഴും ജയിക്കുന്നത്, അങ്ങ് മാത്രമാണ് ജയിക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ ഇല്ലാതാവുന്നതാണ്, അസത്താണ്. സത്യസ്വരൂപനായ അങ്ങ് ജയിച്ചാലും ഹേ അജിത, അങ്ങയെ ജയിക്കാൻ ആർക്കും ആവില്ല, മായയ്ക്ക് പോലും. അങ്ങനെയുള്ള അങ്ങ് ദോഷഗൃഭീത ഗുണാം അജാം ജഹി, ദോഷത്തെ ഗ്രഹിച്ചിരിക്കുന്ന ആ ത്രിഗുണങ്ങളോട് കൂടിയതായിട്ടുള്ള മായയെ അങ്ങ് ഉപേക്ഷിച്ചാലും ത്യജിച്ചാലും, അപ്പോൾ അങ്ങ് യോഗനിദ്രയെ വിട്ട് എഴുന്നേറ്റാലും ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ, ഉത്തിഷ്ഠ ഗരുഡധ്വജ എന്ന് പുരാണ ഭാഷയിൽ പറയുന്നത്, ഇവിടെ വേദഭാഷയിൽ അജിത ദോഷഗൃഭീത ഗുണാം അജാം ജഹി എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ ജീവന്മാരെ ബാധിച്ചിരിക്കുന്ന ഈ ദോഷങ്ങളോടുകൂടിയ ത്രിഗുണങ്ങളെ അങ്ങ് നീക്കിത്തന്നാലും എന്നും കൂടിയാണ്. ജീവന്മാരുടെ ഭഗവാന്റെ തലത്തിൽ യോഗനിദ്രയെ വിട്ട് എഴുന്നേറ്റാലും എന്നർത്ഥത്തിലും ജീവന്മാരുടെയൊക്കെ അജ്ഞാനത്തെ അഥവാ മായയെ നീക്കി അവരെയും ഈ സംസാരത്തിൽ നിന്ന് രക്ഷിച്ചാലും, കാരണം ഇപ്പോഴും അവർ സംസാരികൾ തന്നെയാണ്. എപ്പോൾ പ്രളയകാലത്തും ജനിക്കാൻ കാത്തിരിക്കുന്ന വാസനകളോട് കൂടിയവരാണ്. അവർക്ക് ജനിക്കാനുള്ള അവസരം കൊടുത്താൽ അവർ ജനിക്കുകയും വീണ്ടും പഴയ വാസനകളോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും അവർ സംസാരികളായി തീരും. അങ്ങനെ ആവുകയല്ല വേണ്ടത്. അവർ ജനിച്ച് ഉപാധികളോടുകൂടി അവർ ഉണർന്നു വരുമ്പോൾ അവർക്ക് സത്യം അറിയുമാറാകണം, അവരും മായയെ ജയിക്കുമാറാകണം. അതിന് മായാനാഥനായ അങ്ങയെ പ്രാർത്ഥിക്കുന്നു. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? അത് നമുക്ക് വേണ്ടി പറയണം കേട്ടോ, ശ്രുതികൾ പറഞ്ഞതല്ല. അപ്പോൾ ഭഗവാനെ തന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത് അവരെ ആവരണം ചെയ്തിരിക്കുന്ന ഈ മായയെ ജയിക്കുന്നു. അപ്പോൾ ജീവന്മാരുടെ ഭാഗത്ത് നിന്ന് മായയെ നീക്കി അനുഗ്രഹം നൽകാൻ, ജ്ഞാനം നൽകി മോക്ഷം നൽകാനുള്ള പ്രാർത്ഥനയും കൂടിയാണ്. അങ്ങ് തന്നെയാണ് ത്വമസി യഥാത്മനാ സമവരുദ്ധ സമസ്തഭഗഃ, ആത്മന സ്വയമേവ സമവരുദ്ധ സമസ്തഭഗഃ, സമസ്ത ഭഗങ്ങളെയും അങ്ങയുടെ ഉള്ളിൽ ധരിച്ചിരിക്കുന്നവനാണ്, അവരോധിച്ചിരിക്കുന്നവനാണ്, ഉള്ളടക്കിയിരിക്കുന്നവനാണ്, എല്ലാ ഐശ്വര്യവുമുള്ളവനാണ്, എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്, ഒമ്നി പൊട്ടൻ്റാണ് അങ്ങ് എന്നർത്ഥം. അപ്പോൾ അങ്ങ് തന്നെയാണ് എല്ലാവരെയും ഉണർത്തുന്നവനും. അഗ ജഗതോകസാം അഖിലശക്തി അവബോധക, അകങ്ങൾ അഥവാ അചരങ്ങൾ, സ്ഥാവരങ്ങൾ, അകമെന്നാൽ ഗമിക്കാത്തത്, ജഗത് എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നത്, ജംഗമങ്ങൾ. അപ്പോൾ അഗജഗത് ഓഗസാം, ചലിക്കാത്തതും ചലിക്കുന്നതുമായ ഓഗസ്സുകളോടുകൂടിയവർ. ഓഗസ് എന്നാൽ വാസസ്ഥാനം, ആലയം, ശരീരം എന്നും എടുക്കാറുണ്ട്. അപ്പോൾ ശരീരങ്ങളോടുകൂടിയ അവരുടെ എല്ലാം അഖില ശക്തികളെയും
ഉണർത്തുന്നവനായ അവബോധകനായ ഹേ ഭഗവാനെ, അങ്ങ് ചിലപ്പോൾ അജയോടുകൂടിയും ചിലപ്പോൾ ആത്മനാച ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ അജയ എന്ന് പറയുമ്പോൾ മായയോടുകൂടി മായാ സഹിതനായ ഈശ്വരനായി ജഗൽ സ്രഷ്ടാവായും, ചിലപ്പോൾ ആത്മനാച. ആത്മന എന്ന് പറയുമ്പോൾ അങ്ങയുടെ സ്വരൂപേണ മായയെ തള്ളിക്കളഞ്ഞ് മായയെ നീക്കി പ്രളയകാലത്ത് എല്ലാ മായയ്ക്കും അതീതനായി മായൊന്നുമില്ലാത്തവനായി പൂർണ്ണ ശുദ്ധ ചൈതന്യമായി അങ്ങ് പ്രകാശിക്കുന്നു. ക്വചിതജയ ആത്മനാച ചരത അനുചരേ നിഗമഃ. അങ്ങനെ ചരിക്കുന്ന അങ്ങയെ നിഗമഃ അനുചരേത്, നിഗമങ്ങൾ അനുചരിക്കുന്നു. വേദങ്ങളായ ഞങ്ങൾ അങ്ങയെക്കുറിച്ച് വർണ്ണിക്കുന്നു. അപ്പൊ അങ്ങ് ചിലപ്പോൾ ക്വചിത് അജയാസഹ വർത്തതേ, ക്വചിത് ആത്മനായേവ വർത്തതേ. ഇന്നലെ ആ ഭാഗം പറഞ്ഞില്ല തോന്നി. ക്വചിത് അജയ ആത്മനാച. അവിടെ അജയ എന്നുള്ളത് മായയോട് കൂടിയും, ആത്മന എന്ന് പറയുമ്പോൾ മായയില്ലാതെ മായാരഹിതനായി സ്വതന്ത്രനായി തന്നിൽ തന്നെയും സ്വരൂപ ആനന്ദത്തിൽ രമിക്കുന്നവനായും. സൃഷ്ടിയൊന്നുമില്ലാത്തപ്പോൾ ആത്മനാ വർത്തതെ, സൃഷ്ടിയെല്ലാം ഉള്ളപ്പോൾ അജയാ സഹവർത്തതെ, മായയാ സഹവർത്തതെ. ഇതാണ് ഒന്ന്. മായയോടുകൂടി വർത്തിക്കുമ്പോഴാണ് നമ്മൾ ഈ പരബ്രഹ്മത്തിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. മായ ഇല്ലാതിരിക്കുമ്പോൾ ഈശ്വരത്വവും ഇല്ല. അപ്പോൾ അത് ശുദ്ധ ചൈതന്യം ബ്രഹ്മം. ബ്രഹ്മവും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു ഇക്വേഷൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിന്മയാനന്ദ സ്വാമിജി പറയും, ഈശ്വര ഈസ് ഈക്വൽ ടു ബ്രഹ്മൻ പ്ലസ് മായ. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ശുദ്ധ ബ്രഹ്മം മായയോട് കൂടുമ്പോൾ ഈശ്വരനും. അത് തന്നെയാണ് സഗുണം എന്ന് പറയും. ഈശ്വരൻ എന്ന് പറയുമ്പോൾ സഗുണമായി. എന്നാൽ ബ്രഹ്മം എന്താണ്? ഈശ്വര മൈനസ് മായ ഈസ് ഈക്വൽ ടു ബ്രഹ്മം. നമ്മുടെ ഉള്ളില് ആശയം ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞതാണ്. നമ്മൾക്ക് സ്കൂളിൽ പഠിച്ച ഭാഷയാണല്ലോ ഇതെല്ലാം. ഒരു ഇക്വേഷൻ ആക്കി പറഞ്ഞു തന്നാൽ നമുക്ക് ഈസിയായി. അപ്പം മായാസഹിതനായാൽ ഈശ്വരനെന്നും മായാരഹിതനായാൽ ബ്രഹ്മമെന്നും. എത്രയൊക്കെ വാചക കസർത്തടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ആ ഇക്വേഷൻ ഓർമ്മ വയ്ക്കാൻ. ഈ മറ്റു വാചകങ്ങളൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും, മറന്നുപോകും. ക്ലാരിറ്റി ഉണ്ടാക്കാൻ ഈ ഇക്വേഷൻ വളരെ നല്ലതാണ്. എന്താണ്? ഈശ്വര ഈസ് ബ്രഹ്മൻ പ്ലസ് മായ. ബ്രഹ്മ അഥവാ ബ്രഹ്മം ഈസ് ഈശ്വര മൈനസ് മായ. ഈശ്വരനിൽ നിന്ന് മായയെ എടുത്തു കളഞ്ഞാൽ ശുദ്ധ ചൈതന്യമായി. ഈശ്വരൻ സൃഷ്ടി നടത്തുമ്പോഴാണ് മായയെ സ്വീകരിക്കുന്നത്. അഥവാ ആർക്കാണോ സൃഷ്ടി അനുഭവമുള്ളത് അവിടെ മായയുണ്ട്. ആർക്ക് പരമസത്യം സാക്ഷാത്കരിച്ച് എല്ലാം ഏകവും അദ്വിതീയവുമായ ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള ദർശനമുണ്ടാകുന്നുവോ, തസ്യ കോ മോഹ കശോകഃ ഏകത്വം അനുപശ്യതഃ. ഏകത്വം എല്ലായിടത്തും ദർശിക്കുന്ന ഏകവും അദ്വിതീയവുമായ പരബ്രഹ്മം മാത്രമാണ് സത്യം എന്നുള്ള ദർശനം ഉറച്ചിരിക്കുന്ന ഒരു മഹാത്മാവിന്, ഒരു ജ്ഞാനിക്ക് ശോകമോഹങ്ങളില്ല. ഈ ശോകമോഹങ്ങൾ ദ്വൈതത്തിൽ നിന്നാണ്. ദ്വൈതമേ കാണാത്ത ഒരാൾക്ക്
ദ്വൈതമേ അനുഭവമില്ലാത്ത ഒരാൾക്ക് ദ്വൈതാനുഭവമില്ലാത്ത ഏകത്വം അനുപശ്യത തസ്യ കോമോഹ കശോക. അപ്പൊ ഇവിടെ അങ്ങ് തന്നെയാണ് ഈശ്വരനാകുന്നതും അങ്ങ് തന്നെയാണ് ബ്രഹ്മമാകുന്നതും. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ആ പരമസത്യത്തെ പല പേരിൽ പലർ വിളിക്കുന്നു. അപ്പൊ അങ്ങ് വേഷം കെട്ടുമ്പോൾ ഈശ്വരനും വേഷമഴിച്ചു വയ്ക്കുമ്പോൾ ബ്രഹ്മവുമാകുന്നു. അങ്ങ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നുമില്ലാത്ത ശുദ്ധമായ ഏകമായ കൈവല്യമായ അവസ്ഥയെ പ്രാപിക്കുമ്പോൾ പരബ്രഹ്മവും ആയിരിക്കുന്നു. അതാണ് ക്വചിദജയ ആത്മനാച ചരതഃ. അജയോടുകൂടിയും അല്ലെങ്കിൽ അജയെ വിട്ട് ആത്മനാച സ്വയമേവ തന്നെത്താൻ എല്ലാറ്റിനും അതീതനായി ഇരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയെക്കുറിച്ച് വേദം അങ്ങയെ സ്തുതിക്കുന്നു. ചിലപ്പോൾ വേദം അങ്ങയെ സഗുണനായും ചിലപ്പോൾ അങ്ങയെ നിർഗുണനായും വർണ്ണിക്കുന്നു എന്നും താല്പര്യം. അപ്പോൾ ഏകനായ അങ്ങയെ തന്നെയാണ് സഗുണനെന്നും നിർഗുണനെന്നും വേദം വിളിക്കുന്നത്. അപ്പൊ അങ്ങ് മായയെ സ്വീകരിക്കുമ്പോൾ അങ്ങ് മായയ്ക്ക് അധീനനല്ല. അങ്ങയുടെ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നില്ല. അങ്ങേക്ക് സ്വരൂപ വിസ്മൃതി ഉണ്ടാകുന്നില്ല. അങ്ങേക്ക് ഒരു തരത്തിലുള്ള ശക്തിക്ഷയവും ഉണ്ടാകുന്നില്ല. അങ്ങ് മായയെ സ്വീകരിച്ചിരിക്കുന്ന ഭാവത്തിലിരിക്കുമ്പോഴും സ്വതന്ത്രനാണ്, സർവശക്തനാണ്, സ്വരൂപസ്മൃതി ഉള്ളവനാണ്. അതേ ഭാവം തന്നെയാണ് ഇവിടെ കൃഷ്ണാവതാരം എടുത്തിരിക്കുമ്പോഴും. കൃഷ്ണാവതാരം എടുത്തിരിക്കുമ്പോഴും ഭഗവാന് സ്വരൂപ വിസ്മൃതിയില്ല. അതുകൊണ്ട് അച്യുതൻ എന്ന് വിളിക്കുന്നു. ഭഗവാൻ സ്വാതന്ത്ര്യത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈശ്വരഭാവം വെടിഞ്ഞിട്ടില്ല. ഭഗവാൻ എന്നുള്ള വാക്യത്തിന്, ആ പേരിന് പൂർണ്ണമായും അർഹൻ തന്നെ, പൂർണ്ണ സ്വതന്ത്രൻ തന്നെ. അദ്ദേഹത്തിന് മുകളിൽ ഭരിക്കാനായിട്ടൊരാള് ഇല്ല. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. അപ്പോ സർവേശ്വരൻ തന്നെയാണ്, പൂർണ്ണ സ്വതന്ത്രൻ തന്നെയാണ്. ശക്തിക്ക് യാതൊരു ക്ഷയവും ഇല്ല, സ്വരൂപ വിസ്മൃതിയും ഇല്ല. അപ്പോൾ ഭഗവാൻ മായയോട് ചേർന്ന് സൃഷ്ടി ചെയ്യുമ്പോഴും ഭഗവാന് മായ ബാധിക്കുന്നില്ല. മായ ബാധിക്കുന്നത് ആരെയാ? ജീവന്മാരെയാണ് മായ ബാധിക്കുന്നത്. ഉപാധികളുമായി താതാത്മ്യം പ്രാപിച്ച് സ്വരൂപത്തെ മറക്കുന്നവർ, അവരാണ് ജീവന്മാർ. സ്വരൂപ വിസ്മൃതി പ്രാപിച്ചവരാണ് ജീവന്മാർ. അവര് ആ സ്വരൂപം മറന്ന് ഉപാധികളുമായി താതാത്മ്യം പ്രാപിക്കുന്നു. അപ്പൊ ജീവനും ഈശ്വരനും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ജീവൻ എപ്പോഴും ജീവൻ സ്വരൂപ വിസ്മൃതിയോടുകൂടിയിരിക്കുമ്പോൾ ഈശ്വരൻ സ്വരൂപ സ്മൃതിയോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഈശ്വരനെ സർവജ്ഞനെന്ന് വിളിക്കുന്നു, ജീവനെ അല്പജ്ഞനെന്ന് വിളിക്കുന്നു. അതുപോലെ ജീവൻ അസ്വതന്ത്രനായിരിക്കുന്നു, ഈശ്വരൻ പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്നു. അതുകൊണ്ട് ഈശ്വരനെ സർവശക്തനെന്ന് വിളിക്കുന്നു, ജീവനെ അല്പശക്തനെന്ന് വിളിക്കുന്നു. അതുപോലെ ജീവന് ഉപാധിയിലാണ് താതാത്മ്യം, തൻ്റെ ഈ ശരീരവുമായിട്ടാണ് ഐഡന്റിഫിക്കേഷൻ. അതുകൊണ്ട് അല്പവ്യാപിയായിട്ടിരിക്കുന്നു. ഈശ്വരനോ അങ്ങനൊരു ഉപാധിയുമായിട്ടും താതാത്മ്യമില്ല. എല്ലാ ഉപാധികൾക്കും അതീതനാണ് താനെന്ന അറിവുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സർവവ്യാപിയായും ഇരിക്കുന്നു. അപ്പം ഈശ്വരനും ജീവനും തമ്മിലുള്ള ഈ ഒരു താരതമ്യം അറിയുക. എന്നിട്ട് നമ്മളും എന്താ ചെയ്യേണ്ടത്? ഈശ്വരനാവാൻ
ഈ മായയെ ത്യജിക്കുക. മായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ പരിമിതപ്പെടുത്തുന്ന എല്ലാ ഉപാധികളും അഴിച്ചു കളയുക. അൺഡ്രസ് ആൻഡ് എംബ്രേസ്. Undress and embrace. Undress your identification with the body, mind, intellect complex and embrace the Supreme Self. യഥാർത്ഥ സ്വരൂപം ആ പരമാത്മാവാണ്. ആ പരമാത്മാവിനെ പുൽകുക. ഈ ജീവാത്മാവെന്ന് കണ്ടീഷൻ ചെയ്യുന്ന ഈ ഉപാധികളെ, ഈ വേഷങ്ങളെ അഴിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ഇങ്ങനെ ശാസ്ത്രങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർ ന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് സ്വയം ധാരണ ചെയ്ത് ഉറപ്പിക്കുക. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ വളരെ താല്പര്യം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ബൃഹദുപലബ്ധമേതദവജന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃദിവാ വികൃതാദ് അതർഷയോദതുസ്ത്വയി മനോവചനാചരിതം കഥമയതാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. ബൃഹദുപലബ്ധമേതദവജന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃദിവാ വികൃതാദ് അതർഷയോ ദതുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? സർവം ഖൽവിതം ബ്രഹ്മ. ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം മാത്രമാണ് സത്യം. ബ്രഹ്മ സത്യം, ജഗൻ മിഥ്യ. എന്നുവെച്ചാൽ ഈ കാണുന്ന നാനാത്വം മിഥ്യ അഥവാ അസത്താണ്. തീരെ ഇല്ലാത്തത് എന്നല്ല മിഥ്യ എന്ന വാക്കിൻ്റെ അർത്ഥം. മുയൽ കൊമ്പ് പോലെ തീരെ ഇല്ലാത്തതല്ല, ആകാശകുസുമം പോലെ തീരെ ഇല്ലാത്തതല്ല, പിന്നെയോ മരുമരീചിക പോലെ തെറ്റിദ്ധരിക്കപ്പെട്ടത്. രജ്ജു സർപ്പവത് അധ്യാസിതം. കയറിൽ കണ്ട പാമ്പ് അസത്താണ്. ഒറിജിനൽ പാമ്പിനെ ഇവിടെ അസത്താന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മൂർഖനോ അണലിയോ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, അസത്താണ് പാമ്പുകളെല്ലാം, അതുകൊണ്ട് ഈ പാമ്പ് ഇല്ലാത്തതാണ് എന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, ശാസ്ത്രങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പാമ്പിൽ പാമ്പിനെ കാണുന്നത് ജ്ഞാനം. പാമ്പിൽ പാമ്പിനെ കാണുന്നത് ജ്ഞാനം തന്നെയാണ്.
തസ്മിൻ തദ്ദൃഷ്ടി. തസ്മിൻ തദ്ദൃഷ്ടി ജ്ഞാനം, അതസ്മിൻ തദ്ദൃഷ്ടി അധ്യാസം. ഇതാണ് മനസ്സ് വെച്ചോളൂ. തസ്മിൻ തദ്ദൃഷ്ടി. തസ്മിൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിൽ, തദ്ദൃഷ്ടി അതെന്ന ബുദ്ധി. ഒരു വസ്തു അത് ഇന്നതാണ് എന്ന് ശരിയായ രീതിയിൽ കാണുന്നത് ജ്ഞാനമാണ്. അതസ്മിൻ തദ്ബുദ്ധി. അതസ്മിൻ എന്ന് പറഞ്ഞാൽ ന തസ്മിൻ അതല്ലാത്തതിൽ അതെന്ന ബുദ്ധിയാണ് അധ്യാസം. ആ വസ്തു അല്ലാത്തതിൽ ആ വസ്തുവിനെ നിങ്ങൾ കാണുന്നത് അധ്യാസം. അപ്പൊ കയറുന്ന വസ്തുവിൽ പാമ്പെന്ന വസ്തുവിനെ കാണുന്നതിനെയാണ് ഇവിടെ മിഥ്യ എന്ന് പറഞ്ഞത്, അസത്ത് എന്ന് പറഞ്ഞത്, അധ്യാസം എന്ന് പറഞ്ഞത്. അധ്യാരോപിതം, അധ്യാരോപിതമായതിനെയെല്ലാം അപവാദം ചെയ്യണം. അപവദിക്കുക എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക, നീക്കിക്കളയുക. അധ്യാരോപിച്ചതിനെയെല്ലാം അപവദിച്ചാൽ സത്യം തെളിഞ്ഞു കാണും. കയറിൽ കണ്ട പാമ്പിനെ അപവദിക്കുക, കയറിനെ അപവദിക്കാൻ പറഞ്ഞില്ല. കയറിനെ കയറായി കാണുക. കയറിന്റെ പ്രയോജനം നിങ്ങൾക്കുണ്ടാകും, പാമ്പിന്റെ ഭയവും നീങ്ങും. അപ്പൊ കയറിൽ പാമ്പിനെ കണ്ടതാണ് ഇവിടെ തെറ്റ്. എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് യു ഹാവ് കമ്മിറ്റഡ്. കയറിനെ കയറായിട്ട് കാണുന്നതിൽ ഒരു ദോഷവുമില്ല. ആ കയറിനെ അസത്ത് എന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. നിങ്ങൾ കയറാണ്, നല്ല വെളിച്ചത്തിൽ കയറായി തന്നെ കണ്ടു എങ്കിൽ ആരും അതിനെ നെഗേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. കയറാണ്, ശരി ഇരിക്കട്ടെ, കയറിന്റെ പ്രയോജനം ചെയ്യും. കയറിൽ പാമ്പിനെ കണ്ടാൽ നല്ലോണം സൂക്ഷിച്ചു നോക്കുക, വെളിച്ചം കൊണ്ടുവരിക. ഇത് കയറാണോ പാമ്പാണോ എന്ന് അല്ലേ. ഇനിയിപ്പോൾ ഇത് കേട്ട് 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 ഒറിജിനൽ പാമ്പ് കണ്ടാലും നമുക്ക് സംശയം തോന്നും കയറാണെന്ന്. ഓടിച്ചെന്ന് എടുക്കണ്ട, എടുക്കുന്നതിന് മുമ്പ് ഒന്ന് കൺഫേം ചെയ്യുക. ഒന്ന് നല്ലോണം വെളിച്ചത്തിൽ അത് കയറോ പാമ്പോ എന്ന് വിചാരം ചെയ്ത ശേഷം കയറാണെന്ന് ഉറപ്പാക്കിയാൽ എടുത്തോളൂ. പാമ്പാണെങ്കിൽ എന്താ വേണ്ട വെച്ചാൽ ചെയ്തോളൂ. അത് അവിടുത്തെ സന്ദർഭം പോലെയൊക്കെ ചെയ്യാം. ഒരു നിവൃത്തിയില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് കൊല്ലിക്കാം, അല്ലെങ്കിൽ പിടിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോകും. അതിനെ വനത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. പാമ്പിനെയും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കണ്ട. അപ്പൊ എന്താണ് അസത്ത്, എന്താണ് മിഥ്യ എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യം വേണം. മിഥ്യ എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് മുയൽക്കൊമ്പ് പോലെ തീരെ ഇല്ലാത്തതല്ല, അത്യന്ത അസത്തല്ല. ഇത് അത്യന്ത അഭാവം ഇതിനില്ല, ഇതിന് ഭാവമുണ്ട്. ഈ ഭാവം എന്തുകൊണ്ട്, എവിടുന്ന് കിട്ടി? ഭാവം എന്ന് പറഞ്ഞാൽ ഉണ്മ. ഈ ഉണ്മയ്ക്ക് എന്താണ് കാരണം? അപ്പൊ ഈ ജഗത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു. സോ എവിടുന്ന് കിട്ടി ഈ എക്സിസ്റ്റൻസ്? യു ഹാവ് ടു എൻക്വയർ. അപ്പൊ ഈ ജഗത്തിന്റെ എക്സിസ്റ്റൻസ്, അതിന്റെ കാരണത്തിന്റെ എക്സിസ്റ്റൻസ് ആണ്. മണ്ണിന്റെ എക്സിസ്റ്റൻസ് ആണ് ഘട ശരാവാദികളുടെ എക്സിസ്റ്റൻസിന് കാരണം. സ്വർണത്തിന്റെ എക്സിസ്റ്റൻസ് ആണ് ആഭരണങ്ങളുടെ നിലനിൽപ്പിന് കാരണം. നൂലിന്റെ എക്സിസ്റ്റൻസ് ആണ് വസ്ത്രാദികളുടെ നിലനിൽപ്പിന്റെ കാരണം. ജലത്തിന്റെ അസ്തിത്വമാണ് തരംഗങ്ങളുടെ അസ്തിത്വം. ഇങ്ങനെ ഓരോ വസ്തുവിനും അതിന്റെ കാരണമാണ് അതിന്റെ നിലനിൽപ്പിന് കാരണം. അങ്ങനെ ഓരോന്നിൻ്റെയും പരമകാരണത്തെക്കുറിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും പരമകാരണം ഒരേ ഒരു വസ്തുവാണ്. നിങ്ങൾ എന്തൊക്കെയായി ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്ന വസ്തുക്കളായി നിങ്ങൾ വ്യവഹരിക്കുമ്പോഴും വ്യവഹരിച്ചോളൂ, വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന സത്യത്തെ വേണ്ട പോലെ അന്വേഷിച്ചുറപ്പിക്കുക. അപ്പോൾ മനസ്സിലാകും ഏകമേവ അദ്വിതീയം.
അപ്പോൾ ആ ഏകമായ സത്യനെ തന്നെയാണ് നമ്മളിപ്പോൾ പല പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺഷ്യസ്നസ് ഇൻ ദ ഫോം ഓഫ് എ ട്രീ, എ മൗണ്ടെയിൻ, എ റിവർ, എ ഹ്യൂമൻ ബീയിങ്, an elephant, a lion, എന്ത് വേണമെങ്കിലാവാം. ചരാചരാത്മകമായിരിക്കുന്ന എന്തും ആ പരമസത്തയാണ്. ആ പരമസത്തയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ സർവം ഖൽവിതം ബ്രഹ്മ, ദാറ്റ് ബ്രഹ്മ എലോൺ ഈസ് ട്രൂത്ത്, റിയാലിറ്റി. അതിൽ ആരോപിതമായിട്ടുള്ള നാമരൂപങ്ങളെല്ലാം അപവാദം ചെയ്യപ്പെടേണ്ടതാണ്. അതിനെയെല്ലാം നമ്മുടെ എന്താ പറയുക, ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള സംസ്കാരത്തെ നമുക്ക് നീക്കിക്കളയേണ്ടതാണ്. അപ്പോൾ എല്ലാറ്റിലും സമദൃഷ്ടി നമുക്ക് ഉറപ്പുവരും. സമദൃഷ്ടിയാണ് ഉറപ്പാക്കേണ്ടത്. കാണുന്നതൊക്കെ കണ്ടോളൂ, കണ്ണിന് ഇതെല്ലാം കാണിച്ചു തരാനേ കഴിയുള്ളൂ. കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ പലതായി കാണിച്ചു തരുന്ന ഒരു ഉപകരണമാണ്. അപ്പൊ കണ്ണിന് ഈ വൈവിധ്യങ്ങളെ ഒന്നാക്കി കാണിക്കാനുള്ള കഴിവില്ല. കണ്ണ് വൈവിധ്യങ്ങളെ തന്നെ കാണിച്ചു തരും. അത് കണ്ണിൻ്റെ ധർമ്മമാണ്, അതിൻ്റെ പരിമിതിയുമാണ്. പിന്നെ എവിടം കൊണ്ടാണ് നമ്മൾ എല്ലാറ്റിലും ഏകത്തെ ദർശിക്കുക? അത് അന്തർദൃഷ്ടി കൊണ്ടാണ്, ജ്ഞാനദൃഷ്ടി കൊണ്ടാണ്. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത്. ദൃഷ്ടിയെ വിചാരം കൊണ്ട് ജ്ഞാനമയമാക്കി ചെയ്യണം. നിരന്തരമായ വേദാന്ത വിചാരം കൊണ്ട്, സത്യാന്വേഷണം കൊണ്ട്, ഈ ഉപനിഷത്ത് വാക്യങ്ങളുടെ മനനം കൊണ്ട് ദൃഷ്ടിയെ ജ്ഞാനമയമാക്കി തീർക്കണം. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അന്തർദൃഷ്ടി. എന്നിട്ട് പശ്യേത് ബ്രഹ്മമയം ജഗത്. ഈ ജഗത്തിനെ ആ പരമകാരണമായ വസ്തു തന്നെയാണ് ഈ കാര്യരൂപത്തിൽ ഭാസിക്കുന്നത്. എല്ലാ ജ്വല്ലറിയിലുള്ള ആഭരണങ്ങളായി ശോഭിക്കുന്നതെല്ലാം ഒരേ സ്വർണം തന്നെയാണ്. അത് ആ കലാകാരന്മാരുടെ അല്ലേ, ആ ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരുടെ കരകൗശല വിരുതാണ് പല രൂപത്തില് പ്രകാശിക്കുന്നത്. ആ കലാകാരന്മാരെ നമുക്ക് അഭിനന്ദിക്കാം. പക്ഷെ നമ്മൾ ഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കലാകാരന്മാർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം, വെൽ ഡൺ എന്നൊക്കെ നമ്മൾ അവർക്ക് അഭിനന്ദനം കൊടുക്കാം. പക്ഷെ നമുക്ക് ഭ്രമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടത് മാത്രം സ്വീകരിക്കാം. ആകെ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്താണോ വേണ്ടത്, കഴുത്തിലൊരു മാല ഇടണോ, എടുത്തിട്ടോളൂ. അതിപ്പോൾ ഏത് രൂപത്തിലുള്ള മാലയാണോ നിങ്ങൾക്ക് സൗകര്യം, ഇട്ടോളൂ. മറ്റേ മാല എടുക്കാൻ പറ്റിയില്ല എന്നുള്ള നിരാശ വേണ്ട. എല്ലാ മാലയും കൂടി കഴുത്തിലിടാൻ പറ്റില്ല അല്ലേ? ജ്വല്ലറിയിലുള്ള സകല മാലയും കൂടി എടുത്തിട്ട് കഴുത്തിലിടാൻ പറ്റില്ല. വേറെയുള്ളവർക്കും കൂടി കുറച്ച് വിട്ടു വെച്ചേക്കൂ, അവരും കുറച്ച് വാങ്ങിച്ചോട്ടെ. എല്ലാം നമ്മൾ തന്നെ വാങ്ങിച്ച് കഴുത്തിലിടണ്ട. അത് ഇന്നത്തെ കാലത്ത് 1 പവൻ പോലും ശരീരത്തിലുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട കാലമാണ്. കാരണം 1 പവന് 1 ലക്ഷത്തിൻ്റെ അടുത്തായി, അല്ലെങ്കിൽ അതിന് മുകളിലായി അതിൻ്റെ വില. അപ്പോൾ ആളെ കൊന്നിട്ട് അതും അടിച്ചുകൊണ്ട് പോകുന്ന കാലമാണ്. ഇഷ്ടം പോലെ നടക്കുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക, ഭ്രമിക്കാതിരിക്കുക. മുക്കുപണ്ടം പോലും സൂക്ഷിച്ചുപയോഗിക്കണം. കാരണം അത് സ്വർണമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ആളെ അവർ എന്തെങ്കിലും ഉപദ്രവിച്ച് തള്ളിയിട്ട് കൊന്നു കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ വല്ല ആയുധങ്ങളും കൊണ്ട് ആക്രമിച്ച് കഴിഞ്ഞിട്ടോ ആയിരിക്കും ചിലപ്പോൾ അവർ റിയലൈസ് ചെയ്യാൻ പോണത് ഇത് സ്വർണ്ണമല്ലല്ലോ, പറ്റിക്കപ്പെട്ടല്ലോ എന്ന്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്. അവരധികം സ്വർണത്തിൽ ഭ്രമിക്കുന്നില്ല.
അവർ ഒന്നും ഇടാതെ നടക്കാനും അല്ലെങ്കിൽ ഉള്ളത് വല്ല പാശി കൊണ്ടോ വേറെന്തെങ്കിലും ഫാൻസി കൊണ്ടോ കല്ലുകൊണ്ടോ ഒക്കെയുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ? അവർക്ക് ആപത്ത് വരില്ല. നമ്മുടെ പഴയ തലമുറയ്ക്കാണ് പ്രശ്നം. ഇരിക്കട്ടെ. അപ്പോൾ ഈ ദൃഷ്ടിയാണ് ഉറപ്പിക്കേണ്ടത്. ഭ്രമദൃഷ്ടി വേണ്ട, ജ്ഞാനദൃഷ്ടിയാവട്ടെ. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത്. അപ്പോൾ അതാണ് ഇവിടെ ഈ ശ്ലോകം ആരംഭിക്കുന്നത്, പറയുന്നത് ബൃഹദുപലബ്ധമേതദവയന്തി അശേഷതയാ അവശേഷതയാ ബൃഹത് ഉപലബ്ധം ഏതത് ഏതത് ഉപലബ്ധം ബൃഹത്. ഏതത് എന്നാൽ ഈ കാണുന്നത്, ഇത് എന്നാണ് അർത്ഥം. പ്രത്യക്ഷമായതിനെയാണ് ഏതത്ത് പറയുക. ദൂരെയുള്ളതിനെ, പരോക്ഷമായതിനെ തത് എന്ന ശബ്ദം കൊണ്ടാണ് പറയുക. അപ്പൊ ഏതത് ദിസ്. അപ്പൊ ഓൾ ദീസ് ഉപലബ്ധം എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിരിക്കുന്നത്, ഉപലഭിച്ചിരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യക്ഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതത് ഉപലബ്ധം ബൃഹത്. ബൃഹത് എന്ന് പറഞ്ഞാലോ ബ്രഹ്മ. ബൃഹത് എന്ന ശബ്ദം ബ്രഹ്മത്തിന്റെ ശബ്ദം തന്നെയാണ്. ആ ബൃഹത് ശബ്ദം തന്നെയാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. ബ്രഹ്മ എന്നുള്ള ധാതുവിൽ നിന്ന് തന്നെയാണ് ബൃഹത്ത് എന്നും ബ്രഹ്മ എന്നും ശബ്ദം. പര്യായ ശബ്ദങ്ങൾ, സമാർത്ഥ ശബ്ദങ്ങൾ. അപ്പൊ ഏതത് ബൃഹത്, ഏതത് ഉപലബ്ധം ബൃഹദേവ. ഓൾ ദാറ്റ് ഹിയർ ഈസ് ബ്രഹ്മൻ. സർവം കൽവിതം ബ്രഹ്മ. ഇനി ഭക്തന്മാരാണെങ്കിൽ ഓൾ ദാറ്റ് ഹിയർ ഈസ് ഈശ്വര. ഓൾ ദാറ്റ് ഹിയർ ഈസ് ഈശ്വര. ഓൾ ദാറ്റ് ഹിയർ ഈസ് ബ്രഹ്മൻ. വേദാന്ത വിദ്യാർത്ഥികൾക്ക് എല്ലാം ബ്രഹ്മം, ഭക്തന്മാർക്കെല്ലാം ഈശ്വരൻ. അതാണ് ബൃഹദുപലബ്ധമേതത്. ഒരു ഫ്രേസാണ്. അവയന്തി. അവയന്തി അറിയുന്നു എന്നാണ്. ബുദ്ധി കൊണ്ട് പ്രാപിക്കുന്നു എന്നാണ് അർത്ഥം. അവഗമിക്കുന്നു എന്നാണ് അർത്ഥം. അവഗമിക്കുക, അറിയുക, അണ്ടർസ്റ്റാൻഡ്സ് എന്നാണ്. എങ്ങനെ? How can you understand everything is Brahman? അവശേഷതയാ. അവശേഷതയാ എന്ന് പറഞ്ഞാൽ എന്താണോ അവസാനം ശേഷിക്കുന്നത്. ഈ കാണുന്നതെല്ലാം എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുമോ? ഇല്ല. എല്ലാം മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പൊ ഏതത് ഉപലബ്ധം, തത്കാലമേവ ഉപലബ്ധം, ഭവിഷ്യകാലേ ന ലഭ്യതേ. ഭവിഷ്യകാലേ ഏതത് സർവം ലയം ഗച്ഛന്തി. പിന്നെന്ത് അവശേഷിക്കും? യോവശിഷ്യേദസോസ്മ്യഹം. ഓർമ്മിക്കുക, ചതുശ്ലോകി ഭാഗവതം. യോ അവശിഷ്യേത സോസ്മി അഹം. അവസാനം എല്ലാം ഇല്ലാതായി ശൂന്യമാകുമോ? എല്ലാം ഇല്ലാതായാൽ ശൂന്യമാണോ? അല്ല. ശൂന്യമിവ അല്ലേ? മൂഢബുദ്ധികൾക്ക് ശൂന്യം. ഉള്ളതിനൊന്നും നാശമില്ല. നാസതോ വിദ്യതേ ഭാവഃ ന അഭാവോ വിദ്യതേ സതഃ. നല്ല റീസണിംഗ് ഉള്ളവർക്ക് ഉറപ്പിക്കാൻ പറ്റും, ഉള്ളതിനൊന്നും നാശമില്ല. ന അഭാവഃ വിദ്യതേ സതഃ. അപ്പൊ ഏതാണോ ഈ അസത്തുക്കൾക്കൊക്കെ സത്ത നൽകിയത്, അതാണ് യഥാർത്ഥ സത്ത. ആ സത്ത് ഇല്ലാതെയായിട്ടില്ല. അതതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കാരണമായ
അവ്യക്തമായ ഭാവത്തിലേക്ക് മടങ്ങിപ്പോയി എന്നേ ഉള്ളൂ. അൺമാനിഫെസ്റ്റ് എന്നുള്ളതായിട്ടുള്ള ഭാവത്തിലേക്ക് മടങ്ങിപ്പോയി, ശുദ്ധ ചൈതന്യ ഭാവത്തിലേക്ക് മടങ്ങിപ്പോയി. അത് വീണ്ടും സങ്കല്പിച്ചാൽ അതിൽ നിന്ന് വീണ്ടും ഇതെല്ലാം ഉണ്ടായി വരും. ഇത് മാത്രമല്ല, ഇതിലും അധികവും ഉണ്ടായി വരും. എത്ര ജഗത്ത് വേണമെങ്കിൽ ഉണ്ടായി വരും, എത്ര കോടി ബ്രഹ്മാണ്ടങ്ങൾ വേണമെങ്കിൽ അതിൽ നിന്ന് ആവിർഭവിക്കും. അതതിൻ്റെ ശക്തി അതിൽ അടങ്ങിയിരിപ്പുണ്ട്. തൽക്കാലം അത് തൻ്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോയതാണ്. അപ്പോൾ അവശേഷതയാ നല്ലൊരു പ്രയോഗമാണ്. അത് കാരണമായിട്ട് എന്നാണ്, അവശേഷിക്കുന്നതായിട്ട് കാണാം. ഒന്നുമില്ലാതെയാവുന്നില്ല, ഈ നാമരൂപങ്ങളെല്ലാം ഇല്ലാതെയാവും. അല്ലേ? നിങ്ങളിപ്പോൾ സ്വർണ്ണ ആഭരണങ്ങളെ മുഴുവൻ ആ നാമരൂപങ്ങളെല്ലാം ഇല്ലാതെയാക്കാം, അതിനെയെല്ലാം ഒരുക്കിയാൽ. നമ്മുടെ ശബരിമലയിലൊക്കെ ഇവർ കാണിക്കുന്നത് പോലെ തമിഴ്നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾ അർപ്പിച്ചതായിട്ടുള്ള ആഭരണങ്ങൾ എത്രയാണ്? 5 ലക്ഷം കോടി രൂപയുടെ സ്വർണം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ദേവസ്വം എന്ന് പറയുന്ന അവിടെ HRNC ആണ്, ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. അവർ ഈ ക്ഷേത്രങ്ങളിലെ സ്വർണങ്ങളെ മുഴുവൻ അവിടുന്ന് എടുത്ത് ഉരുക്കി അവരുടെ മുതൽക്കൂട്ടാക്കി, അഥവാ അവരുടെ എന്താ പറയുക, നീക്കിയിരിപ്പ് സെക്യൂരിറ്റിയായി ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്, അവരുടെ അസറ്റായി കാണിച്ചുകൊണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇത്രയും സ്വർണമുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ എക്കണോമിക്കൽ സ്റ്റെബിലിറ്റിയെ കാണിക്കാനായിട്ട് ഈ സ്വർണത്തെയാണ് അവരുപയോഗിക്കുന്നത്. അപ്പോൾ വിഡ്ഢികളായിട്ടുള്ള ഹിന്ദുക്കൾ ഇനിയും ദേവസ്വം ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് സ്വർണം ആഭരണങ്ങൾ ഒക്കെ കൊണ്ടുപോയി ഇടട്ടെ. അവസാനം ഒന്നും കാണാനില്ലാതെയാവും, ഒന്നുമില്ല. കേരളമാണോ തമിഴ്നാടാണോ ഈ പറഞ്ഞ കൊള്ളയ്ക്ക് നമ്പർ 1 എന്നുള്ള മത്സരത്തിലാണ്? സ്റ്റാലിനാണോ പിണറായിയാണോ ഏറ്റവും വലിയ കൊള്ളക്കാരൻ എന്നുള്ള മത്സരത്തിലാണ്. രണ്ടു കൂട്ടരും നിരീശ്വരവാദികളാണ്, രണ്ടു കൂട്ടരും ആൻറ്റി ഹിന്ദുസുമാണ്. അപ്പോൾ നശിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലെ സ്വർണവും വെള്ളിയും എല്ലാം ഉരുക്കി ഞങ്ങൾ ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്, ഫാക്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. പിണറായി പത്മനാഭസ്വാമിയുടെയും ഇതുപോലെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും കോടതികളൊക്കെ ഇടപെട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇനി ബലം പ്രയോഗിച്ച് കോടതിയൊക്കെ അവഗണിച്ചുകൊണ്ട് കയറി ആക്രമിക്കാനും ഇവർക്ക് മടിയൊന്നുമില്ല. കാരണം കോടതി എന്ന് പറഞ്ഞാൽ ഏതാനും ഇൻഡിവിജ്വൽസ് ജഡ്ജസായിട്ടിരിക്കുന്നു. അവർക്ക് നിഗ്രഹാനുഗ്രഹ ശക്തിയൊന്നുമില്ല. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ പവറൊന്നുമില്ല. എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇവരാണ്. അവരവിടുന്ന് ആജ്ഞ പുറപ്പെടുവിക്കണു, ഇവരതൊക്കെ ലംഘിക്കുന്നു. ഇവർക്ക് സൗകര്യമുള്ളത് മാത്രം ഇവർ നടപ്പിൽ വരുത്തുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്ന് എവിടെയോ ഏതോ കോടതി പറയുമ്പോഴേക്കും ചാടി വീണ് സ്ത്രീകളെയും പൊക്കിക്കൊണ്ടുപോയി.
വേറെന്തൊക്കെ കാര്യങ്ങൾ ഹൈക്കോർട്ടും മറ്റു കോടതികളും ചെയ്യാൻ പറയണു, അതൊന്നും തിരിഞ്ഞു നോക്കണില്ല. അതൊന്നും അടുത്ത കാലത്തൊന്നും നടപ്പിലാവില്ല. അതേപോലെയാണ് തമിഴ്നാട്ടിലെ തിരുപ്പറംകുன்றത്ത് കാർത്തികയ്ക്ക് ദീപം കൊളുത്തുന്ന കാര്യത്തിൽ ഹൈക്കോർട്ട് ഓർഡർ ഇട്ടു. അതിനെ തടയാൻ സ്റ്റാലിൻ തൻ്റെ പോലീസുകാരെയാണ് ഉപയോഗിച്ചത്. ജനങ്ങൾ, ഭക്തജനങ്ങൾ, ഹിന്ദുക്കൾ അവിടെ ചെന്ന് കാർത്തിക ദീപം കൊളുത്താതിരിക്കാൻ തടയാൻ പോലീസ് ഉപയോഗിച്ച് ലാത്തി ചാർജൊക്കെ നടത്തി. എന്നിട്ട് അവിടുത്തെ വീണ്ടും കോടതിയിൽ പോയ സമയത്ത് അവർ CISFനെ കൊണ്ട് ഇത് നടത്തിച്ചു. അപ്പോൾ ആ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ പാർലമെന്റിൽ 100 MP ഒപ്പിട്ട നിവേദനം ചെന്നിട്ടുണ്ട്. DMKയും കോൺഗ്രസും ഒക്കെ ചേർന്ന് 100 MP CPMകാരും ഒക്കെ ഒപ്പിട്ടതായിട്ടുള്ള ആന്റി ഹിന്ദു പാർലമെന്റിൽ സ്പീക്കറുടെ കയ്യിലേക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഈ ജഡ്ജിയെ മാറ്റണം, അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ ഹിന്ദുക്കളുടെ എന്താ പറയുക അവസ്ഥ? എന്ത് സെക്യൂരിറ്റിയാണുള്ളത്? എന്തോ ഭാഗ്യത്തിന് കേന്ദ്രം ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഭരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മളെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി ഓടിക്കാത്തത്. നമ്മളെയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് അടിച്ചു ഓടിക്കാത്തത്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ കയറി ആക്രമിക്കാത്തത്, മലബാർ ലഹള പോലെയുള്ള ലഹളകളൊന്നും ഇവിടെ ഇപ്പം നടക്കുന്നില്ലാത്തത് കേന്ദ്രത്തിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭരണം ഉള്ളത് കൊണ്ട് മാത്രമാണ്. പേടിയുണ്ട്. അവിടെ മാറിക്കഴിഞ്ഞാൽ ഇവിടെ കയറി നിരങ്ങും. എന്തായാലും വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ ഈ കേരളത്തിലുള്ളതുവരെ ഇങ്ങനെയൊക്കെ തന്നെ പോളൂ. മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇരിക്കട്ടെ. നമ്മളിപ്പോൾ എന്താ പറയുക, ഇത്രയും ഉയർന്ന തലത്തിൽ നിന്ന് അത്രയും താഴേക്ക് പതിക്കണ്ട. എങ്കിലും ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് സ്വർണം, ആഭരണങ്ങൾ എല്ലാം ഒരുക്കിയാലും അത് കാണാതെ ആയാലും ആഭരണങ്ങളെ കാണാതായിട്ടുള്ളൂ. അതിൻ്റെ കാരണമായിട്ടുള്ള സ്വർണം ഇല്ലാതെയായിട്ടില്ല എന്നതുപോലെ ഈ പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളായിട്ടുള്ള ജഗത്ത് ഇല്ലാതായാലും അതിൻ്റെ കാരണമായിട്ടുള്ള ശുദ്ധ ചൈതന്യം അതവിടെ തന്നെ ഉണ്ട്. യോവശിഷ്യേത സ്വസ്മ്യഹം. അപ്പോൾ അവശേഷതയാ അവയന്തി, എല്ലാ ശേഷിക്കുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നു. ഒന്നും തീർത്ഥമില്ലാതെയാവുന്നില്ല എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും, അറിയാൻ കഴിയും. ഇനി അവികൃതാത് യതഃ വികൃതേഹേ മൃദിവാ ഉദയാസ്തമയൗ അതഃ ഋഷയഃ ത്വയി മനോവചനാചരിതം ദദുഃ. ഇവിടെ അവികൃതാത് യതഃ വികൃതേഹേ ഉദയാസ്തമയൗ. വികൃതേഹേ ഉദയാസ്തമയൗ യതഃ അവികൃതാത്. എന്താണ്? വികൃതേഹേ ഉദയാസ്തമയൗ യതഃ അവികൃതാത്. വികൃതി എന്ന് പറഞ്ഞാൽ വികാരം. വികാരം എന്ന് പറഞ്ഞാൽ ഈ പരിണമിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രകൃതിയുടെ വികാരങ്ങൾ, നാനാ നാമരൂപാത്മകമായ ഈ ജഗത്ത്, ഈ പ്രപഞ്ചം, ഇത് വികാരമാണ്. ഇതിനെ തന്നെയാണ് വികൃതി എന്ന് പറഞ്ഞത്. ഈ വികൃതിയുടെ ഉദയ അസ്തമയൗ യതഃ യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. എവിടെ നിന്നാണ് ഈ കാണുന്നതെല്ലാം ഉത്ഭവിക്കുന്നത്? ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തദം
ഇതൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഈ വികൃതി എന്ന് പറഞ്ഞതുകൊണ്ട് ജഗത്ത് എന്നർത്ഥം. ഈ ജഗത്തിന്റെ ഉദയാസ്തമയങ്ങൾ എവിടെ നിന്നാണ്? അവികൃതാത്. അവികൃതാത് എന്ന് പറഞ്ഞാല് വികാരരഹിതമായ വസ്തുവിൽ നിന്നാണ്. വികാരരഹിതമായ വസ്തുവോ? അതെ. അതിനൂടെ ഉദാഹരണം പറഞ്ഞു മൃദിവാ. മൃദിവ എന്ന് പറഞ്ഞാല് മണ്ണിൽ എന്ന പോലെ. എങ്ങനെയാണോ മണ്ണിന് വാസ്തവത്തിൽ വികാരമൊന്നും സംഭവിച്ചിട്ടില്ല, ആ മണ്ണ് തന്നെയാണ് മൺപാത്രങ്ങളായി ഘടം, ശരാവം എന്നൊക്കെയുള്ള പേരിൽ ചെറിയതും വലിയതുമായിട്ടുള്ള മൺപാത്രങ്ങളായി വികൃതികളായി കാണപ്പെടുന്നത് വാസ്തവത്തിൽ വികാരമില്ലാത്ത മണ്ണിനെ തന്നെയാണ്. നമ്മുടെ കണ്ണിലാണ് ദോഷം, വികൃതി. മണ്ണിനെ കാണുന്നവർക്കത് എല്ലായിടത്തും ഒരിക്കലും മണ്ണല്ലാതെയായിട്ടില്ല. മണ്ണിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും അത് വെടിഞ്ഞിട്ടില്ല. സ്വർണം അത് വികാരം പ്രാപിക്കാതെ തന്നെയാണ് മാലയും വളയും കമ്മലും ഒക്കെ ആയിരിക്കുന്നത്. സ്വർണത്തിന് യാതൊരു വികാരവും സംഭവിച്ചിട്ടില്ല. സ്വർണം വെള്ളിയോ ചെമ്പോ ആയി മാറിയിട്ടില്ല, ഇരുമ്പായിട്ടില്ല, മണ്ണായിട്ടില്ല, മരമായിട്ടില്ല. സ്വർണത്തിന്റെ യഥാർത്ഥ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണോ അതിന്റെ ആ എന്താ പറയുക, മെറ്റാലിക് പ്രോപ്പർട്ടീസ്, അതിന്റെ ആ ഒരു എന്താ പറയുക, ശോഭ, കാന്തി, ഗ്ലിറ്ററിങ് പ്രോപ്പർട്ടീസ്, അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതുതന്നെയാണ് ആഭരണത്തിന്റെ മെറ്റാലിക് പ്രോപ്പർട്ടിയും ആഭരണത്തിന്റെ ആ ഒരു ശോഭയ്ക്കും കാരണം. അപ്പോ സ്വർണം വികാരം പ്രാപിക്കാതെ തന്നെയാണ് ആഭരണങ്ങളായി കാണപ്പെടുന്നത്. സ്വർണത്തിന് വികാരമൊന്നും സംഭവിച്ചിട്ടില്ല. അവികൃതാത് സ്വർണാത് ഏവ വികൃതേഹേ എന്താ പറയുക, ആഭരണസ്യ ഉദയാസ്തമയം. വികൃതികളായ ആഭരണങ്ങളുടെ എല്ലാം ഉദയവും അസ്തമയവും അവികൃതമായ മാറ്റമില്ലാത്തതായിട്ടുള്ള ആ സ്വർണത്തിൽ തന്നെയാണ് എന്നാണ്. അവികൃതാത് യതഃ വികൃതേഹേ ഉദയാസ്തമയൗ. ഏതുപോലെ? മൃദിവാ, മണ്ണിലെന്ന പോലെ. മണ്ണിൽ നിന്ന് മൺപാത്രങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് പോലെ. അതുകൊണ്ട് ഈ സത്യം അറിയുന്ന ഋഷികൾ ത്വയി മനോവചനാചരിതം ദദുഹു. അത ഋഷയോ ദദുസ്ത്വയി മനോവചനാചരിതം. മനോവചന ആചരിതം, മനസ്സുകൊണ്ടും വചനം കൊണ്ടുള്ളതായിട്ടുള്ള പ്രവൃത്തികളെ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഇതി ഋഷയഃ ത്വയിയേവ മനോവചന ആചരിതം ദദുഹു. അവരുടെ മനസ്സിന്റെയും വാക്കിന്റെയും ആചരിതങ്ങളെ, പ്രവൃത്തികളെ എല്ലാം അങ്ങയിൽ തന്നെ ധരിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാം അങ്ങ് തന്നെയാണെന്ന് അവരറിഞ്ഞുകൊണ്ട്, അങ്ങ് അവികാരിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഈ ജഗത്ത് അവികാരിയായ അങ്ങയിൽ ആരോപിതം മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട്, അങ്ങയിൽ മനസ്സിരുത്തിക്കൊണ്ട്, അങ്ങയെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് അവരുടെ പ്രവൃത്തികളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാം ആധാരഭൂതനായ നാരായണനായ അങ്ങയിൽ സമർപ്പിക്കുന്നു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന ഇതി. ഈ സമബുദ്ധിയോടെ, സമ്യക് ദൃഷ്ടിയോടെ അവരെല്ലാം അവരുടെ കർമ്മങ്ങൾ യാതൊരു പരിഭ്രമവും കൂടാതെ
ഏത് കാര്യമെടുത്ത് എവിടെ വെച്ചാലും എല്ലാം ബ്രഹ്മത്തിൽ തന്നെയാണ് എന്നുള്ള ഉറപ്പോടുകൂടെ എല്ലാം ഒരു ലീലയായി, നാടകമായി, കളിയായി ആചരിക്കുന്നു. ആര്? സത്യദർശികൾ, ഋഷികൾ. ഋഷയഃ മനോവചന ആചരിതം ത്വയിദതുഃ. അപ്പൊ സർവം ഖൽവിതം ബ്രഹ്മ ഇതി ദർശനാത് അവരങ്ങയിൽ തന്നെ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു. അതിന് ഒരു ദൃഷ്ടാന്തമായിട്ട് കഥം അയഥാഭവന്തി ഭുവി ദത്തപദാനി നൃണാം എന്ന് ചോദിക്കണം. ഭുവിദത്ത പദാനി നൃണാം കഥം അയഥാഭവന്തി എന്ന് പറഞ്ഞാൽ നൃണാം മനുഷ്യരുടെ ദത്തപദാനി, പദങ്ങൾ, കാലുകൾ. ദത്തം എവിടെ നൽകിയിരിക്കുന്നുവോ, എവിടെ ഉറപ്പിച്ചിരിക്കുന്നുവോ, എവിടെ കാല് വെച്ചിരിക്കുന്നുവോ, അപ്പോൾ അവരുടെ വെക്കപ്പെട്ട കാലടികൾ ഭുവി കഥം അയഥാഭവന്തി. ഭുവി ഭൂമിയിൽ, കഥം എപ്രകാരം, അയഥ അപ്രകാരമല്ലാതെ അന്യഥാ ഭവിക്കുന്നു. ഭൂമിയിൽ വെച്ച കാലടികൾ ഭൂമിയിൽ തന്നെയാണ് എന്ന് വെച്ചാൽ ഇവിടെ ഭൂമിയുടെ വികാരങ്ങളിലൊക്കെ വെച്ചാലും അത് ഭൂമിയിൽ തന്നെയാണ്. ഭൂമിയുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, കല്ലാവട്ടെ, മരമാകട്ടെ, വേറെ എന്ത് മെറ്റീരിയൽ വേണമെങ്കിൽ ആവട്ടെ. ഒരു മരക്കൊമ്പത്ത് ഒരാൾ കയറിയിരിക്കുകയാണ്. ഞാൻ ഭൂമിയിലൊന്നും അല്ല നിൽക്കുന്നത്, ഞാൻ മരക്കൊമ്പത്താ. വിഡ്ഢി. ആ മരം എവിടെയാ നിൽക്കുന്നത്? ഭൂമിയിൽ. ആ മരം എവിടുന്നാ ഉണ്ടായത്? ഭൂമിയിൽ നിന്ന്. മരം വാസ്തവത്തിൽ എന്താണ്? മണ്ണ് തന്നെയാണ്. ഭൂമിയുടെ വികാരമാണ് വൃക്ഷം. അപ്പോൾ ഒരാൾ വൃക്ഷത്തിന്റെ മുകളിൽ കാല് വെച്ചാലും അയാൾ എവിടെയായിരിക്കുന്നത്? ഭൂമിയിലാണ്. അയാൾ പർവ്വതത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നതെങ്കിലും അയാൾ ഭൂമിയിൽ തന്നെയാണ്. ഒരു ഗൃഹത്തിനകത്താണെങ്കിലും കൊട്ടാരത്തിനകത്താണെങ്കിലും ക്ഷേത്രത്തിനകത്താണെങ്കിലും എവിടെ അയാൾ കാല് വെച്ചിരിക്കുന്നുവോ അത് ഭൂമിയിൽ തന്നെയാണ്. ഒരു പുൽക്കൊടിയിലാണ് കാല് വെച്ചിരിക്കുന്നതെങ്കിലും, ഒരു വൃക്ഷത്തിന്റെ തലപ്പത്താണെങ്കിലും, ഒരു ശിലയുടെ മുകളിലാണെങ്കിലും, വേറെന്തെങ്കിലും സാമഗ്രികളുടെ മുകളിലാണെങ്കിലും എവിടെ കാല് വെച്ചാലും അയാൾ എവിടെയായിട്ട് ബന്ധപ്പെട്ടിരിക്കണോ അയാൾ ഭൂമിയിൽ തന്നെയാണ് കാല് വെച്ചിരിക്കുന്നത്. കാരണം എല്ലാം ഭൂമിയുടെ വികാരങ്ങളാണ്, ഭൂമിയുടെ എക്സ്റ്റൻഷൻസ് ആണ്. നിങ്ങളുടെ വിരലിൽ ഒരാൾ ചവിട്ടിയിട്ട് ഞാൻ നിങ്ങളെ ചവിട്ടിയിട്ടില്ല, വിരലിലേ ചവിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ കൈ കൊണ്ട് നീട്ടി ഒന്ന് അടിച്ചിട്ട് പറയും ഞാൻ അടിച്ചിട്ടില്ല, കയ്യേ അടിച്ചിട്ടുള്ളൂ, അല്ലേ? അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. എൻ്റെ കയ്യിലോ കാലിലോ ചവിട്ടിയിട്ട് ഞാൻ നിങ്ങളെ ചവിട്ടിയിട്ടില്ല എന്ന് ഏതെങ്കിലും വിഡ്ഢി അല്ലെങ്കിൽ നമ്മളെ വിഡ്ഢിയാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാം. അങ്ങോട്ട് തലക്കിട്ടൊന്ന് കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ അടിച്ചിട്ടില്ല, ഞാൻ തലക്കേ അടിച്ചിട്ടുള്ളൂ എന്ന് പറയാം. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? പറ്റുമോ? അപ്പം എങ്ങനെയാണോ എൻ്റെ ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും എൻ്റെ തലമുടിയിൽ തൊട്ടാൽ പോലും എന്നെയാണ് തൊടുന്നത്, അതുപോലെ ഭൂമിയുടെ അവയവങ്ങളാണ്, ഭൂമിയുടെ വികാരങ്ങളാണ്, ഭൂമിയുടെ വിഭൂതികളാണ്, ഭൂമിയുടെ മാനിഫെസ്റ്റേഷനാണ് ഭൂമിയിലുള്ള സകലവും. അപ്പം അതുകൊണ്ട് എവിടെ കാല് വെച്ചാലും നിങ്ങൾ ഭൂമിയിൽ തന്നെയാണ്. അതുകൊണ്ട് വിഡ്ഢിത്തരങ്ങളൊന്നും പറയാതിരിക്കുക. അപ്പം അതുകൊണ്ട് എന്താണ്? നൃണാം ദത്തപദാനി ഭുവി കഥം അയഥാ ഭവന്തി. എങ്ങനെ അപ്രകാരമല്ലാതെ ഭവിക്കും? ഭൂമിയിലാണ് നിങ്ങൾ കാല് വെച്ചിരിക്കുന്നത് എന്ന് ഏത് മരക്കൊമ്പിലിരിക്കുന്നവനോടും നമുക്ക് പറയാം.
ഇവിടെ ഇപ്പം ഇതെന്താ ഉദാഹരണം പറഞ്ഞത്? എല്ലാവരും നാരായണായേരി സമർപ്പയാമി അല്ലെങ്കിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്നാണോ പറയുന്നത്? അല്ലല്ലോ. വിവിധ ദേവതകളുടെ പേര് പറഞ്ഞ് പൂജകളൊക്കെ ചെയ്യണ്ടല്ലോ, സമർപ്പിക്കണ്ടല്ലോ. ആയിക്കോട്ടെ, ഈ വിവിധ ദേവതകളൊക്കെ തന്നെ ഈ ബ്രഹ്മത്തിന്റെ വികാരങ്ങളാണ്, ബ്രഹ്മത്തിന്റെ മാനിഫെസ്റ്റേഷനാണ്, ബ്രഹ്മത്തിന്റെ എക്സ്റ്റൻഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇന്ദ്രനെ ഉപാസിച്ചാലും സൂര്യനെ ഉപാസിച്ചാലും ചന്ദ്രനെ ഉപാസിച്ചാലും അഗ്നിയെ ഉപാസിച്ചാലും ഇനിയിപ്പോ പൗരാണിക ദേവതകൾ ഏതിനെ ഉപാസിച്ചാലും സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. മമവത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. എല്ലാവരും എൻ്റെ വഴിക്ക് തന്നെയാണ് വരുന്നത്, എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. അത് ഇന്ദ്രരൂപത്തിലായിക്കോട്ടെ, ചന്ദ്രരൂപത്തിലായിക്കോട്ടെ, ശനീശ്വര രൂപത്തിലായിക്കോട്ടെ, അല്ലേ, നവഗ്രഹങ്ങളുടെ രൂപത്തിലായിക്കോട്ടെ, ഏതെങ്കിലും മറ്റുള്ള എന്താ പറയുക ആദിവാസികൾ വിളിക്കുന്നതായിട്ടുള്ള പല പേരുകളുണ്ട് ഈശ്വരന്. ആ പേരുകളിലൊക്കെ ആയിക്കോട്ടെ, ഏത് പേരിൽ വിളിച്ചാൽ എന്താ, ഏത് ഭാവത്തിൽ ആരാധിച്ചാൽ എന്താ, എല്ലാ ആരാധനകളും അവസാനം വന്നു ചേരുന്നത് എന്നിലേക്കാണ്. അപ്പോ ഏകം സത്ത് വിപ്രാഹ ബഹുധാ വദന്തി. ഏകമായ സത്തയെ, ഏകമായ സത്യത്തെ വിപ്രന്മാർ, അറിവുള്ളവർ, വേദജ്ഞന്മാർ പല പേരിൽ വിളിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് പേരിൽ വിളിച്ചാലും കുഴപ്പമില്ല, ഏത് രൂപത്തിൽ ആരാധിച്ചാലും കുഴപ്പമില്ല. എല്ലാ രൂപങ്ങളും ആരുടെ രൂപങ്ങളാണ്? എല്ലാ ആഭരണങ്ങളും സ്വർണങ്ങൾ എന്നതുപോലെ ഭൂമിയുടെ വികാരങ്ങളെല്ലാം ഭൂമി തന്നെയായിരിക്കുന്നത് പോലെ പഞ്ചഭൗതികമായ ഈ പ്രപഞ്ചമെല്ലാം പഞ്ചഭൂതങ്ങൾ തന്നെയായിരിക്കുന്നത് പോലെ ഈ എല്ലാ ദേവതകളും ഈശ്വരന്റെ അഥവാ ഈ ജഗത് കാരണഭൂതനായ നാരായണന്റെ അഥവാ പരബ്രഹ്മത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് എല്ലാം അങ്ങേക്ക് തന്നെയാണ് ചേരുന്നത്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഇന്ദ്രാദി ദേവതകളെല്ലാം കാര്യരൂപികൾ. അങ്ങാണ് കാരണമൂർത്തി, എല്ലാറ്റിനും കാരണം അങ്ങാണ്. മറ്റ് ദേവതകളൊക്കെ കാര്യങ്ങളാണ്, കാര്യങ്ങളെല്ലാം കാരണം തന്നെയാണ്. കാരണത്തിൽ നിന്ന് ഭിന്നമായിട്ട് കാര്യത്തിന് നിലനിൽപ്പില്ല, അസ്തിത്വമില്ല. അപ്പൊ അതാണ് ഇവിടെ കഥമയതാഭവന്തി ഭുവി ദത്തപദാനി നൃണാം. അപ്പോ ആദ്യത്തെ വരികളിൽ പറഞ്ഞു ഏതത് ഉപലബ്ധം ബൃഹത് ഇതി അവശേഷതയാ അവയന്തി. നല്ലോണം വിചാരം ചെയ്യുന്നവർക്ക് എന്താണോ ആദിയിലുണ്ടായിരുന്നത്, എന്താണോ എല്ലാം ഇല്ലാതായാലും ശേഷിക്കുന്നത് എന്നുള്ള യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ കാണുന്നതെല്ലാം അതുതന്നെയാണെന്ന് സിദ്ധമാകും. ആദൗ അന്തേ ചയന്നാസ്തി വർത്തമാനേപി തത്തദാ. ആദിയിലും അന്തത്തിലും യാതൊന്നില്ലയോ, വർത്തമാനത്തിലും അതില്ലാത്തതാകുന്നു. അപ്പൊ ആദൗ അന്തേ ചയദസ്തി വർത്തമാനേപി തദേവാസ്തി. എന്താണോ ആദിയിലും അന്തത്തിലുമുള്ളത്, പ്രളയകാലത്ത് എല്ലാം ലയിച്ചിരിക്കുന്ന അവസ്ഥയിലും എന്താണോ ഉള്ളത്, ഇനി എല്ലാം ഇല്ലാതായാലും എന്താണോ ശേഷിക്കുന്നത്, അതുതന്നെയാണ് ഇപ്പൊ ഈ രൂപത്തിലൊക്കെ കാണപ്പെടുന്നത് എന്ന് അറിഞ്ഞ് ഈ വികൃതിയുടെ ഉദയാസ്തമയങ്ങൾ ഏതൊരു അവികൃതമായതിൽ നിന്നാണ്, ഏതൊരു അവികൃത വികാരരഹിതമായ സനാതനമായ നാശരഹിതമായ അവികാരിയായ ഏതൊന്നിൽ നിന്നാണ് ഈ വികാരങ്ങളൊക്കെ കാണപ്പെടുന്നത്. മണ്ണിൽ നിന്ന് മണ്ണിന്റെ വികാരങ്ങളെല്ലാം ഉണ്ടാകും പോലെ ഈ സത്യം അറിഞ്ഞുകൊണ്ട് അറിവുള്ളവർ ഋഷീശ്വരന്മാർ അവരുടെ മനസ്സും വാക്കും കൊണ്ട് ആചരിക്കുന്നതെല്ലാം
അങ്ങയിൽ സമർപ്പിക്കുന്നു, അങ്ങയിൽ ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് ഭാവത്തിലും, ഏത് ഈശ്വരഭാവത്തിലും, ഏത് ദേവതാഭാവത്തിലും ആരേത് കർമ്മം ചെയ്താലും എല്ലാം അവസാനം അങ്ങേക്ക് തന്നെയാണ്. ഏതുപോലെ എവിടെ കാലുവെച്ചാലും ഭൂമിയിൽ തന്നെയാണ് കാലുവച്ചിരിക്കുന്നത് എന്ന് പറയും പോലെ. വിചാരം ചെയ്യാൻ വളരെ മനോഹരമായിട്ടുള്ള സൂത്രവാക്യങ്ങളാണ് ഈ ഓരോ വരികളും. എല്ലാം സൂത്രവാക്യങ്ങളാണ്, ഉപനിഷത്ത് വാക്യങ്ങളാണ്, വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഇതി തവ സൂരയസ്ത്രധിപതേഖിലോകമല ക്ഷപണകദാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹു കിമുദ പുനഃ സ്വധാമ വിദുദാശയ കാലഗുണാഃ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം. ഇതി തവ സൂരയസ്ത്രധിപതേഖിലോകമല ക്ഷപണകദാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹു കിമുദ പുനഃ സ്വധാമ വിദുദാശയ കാലഗുണാ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം. അപ്പോ ഈ ഒരു അറിവുള്ളവരായ സൂരികൾ, സൂക്ഷ്മബുദ്ധികൾ, കവികൾ, ഋഷീശ്വരന്മാർ തന്നെ, അവര് അല്ലയോ 3 ലോകങ്ങൾക്കും 3 ഗുണങ്ങൾക്കും മൂന്നിനെല്ലാം അധിപതിയായിരിക്കുന്ന ഹേ ഭഗവാനെ, അവര് അങ്ങയുടെ കഥാമൃതത്തിൽ മുങ്ങിക്കുളിച്ച് അവരുടെ താപങ്ങളെയെല്ലാം ഉപേക്ഷിക്കുന്നു. തപാംസി ജഹുഹു. തപാംസി എന്ന് പറഞ്ഞാൽ ഇവിടെ തപസ് എന്നുള്ള അർത്ഥത്തിലല്ല. തപിപ്പിക്കുന്നത് എന്താണ്? താപം. നമ്മുടെ പാപങ്ങളാണ് നമ്മളെ തപിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി താപത്രയങ്ങളിൽ നിന്നും മുക്തരാകുന്നു. അപ്പൊ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അപ്പൊ ഈ ഭഗവാനെ, ഭഗവാന്റെ കഥകളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് മഹാത്മാക്കൾ ആസ്വദിക്കുന്നു. അവര് പരമമായ മോക്ഷത്തെ തന്നെ പ്രാപിക്കുന്നു ഇങ്ങനെയുള്ളവർ. അപ്പൊ പിന്നെ നിസാരങ്ങളായ താപത്രയങ്ങളെ പറയേണ്ടതുണ്ടോ എന്നുകൂടി ചോദ്യമാണ്. കിമുത. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വ്യാഖ്യാനം. അപ്പോൾ ഭഗവാന്റെ കഥകളിൽ മുഴുകിയിരിക്കലാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിച്ച് പരമാനന്ദം അനുഭവിക്കാനുള്ള മാർഗം. തരതി ശോകമാത്മവിത്ത്. ആത്മവിത്ത് ശോകം തരതി. ആത്മജ്ഞാനി എല്ലാ ശോകങ്ങളെയും തരണം ചെയ്യുന്നു. അപ്പൊ അതിനുള്ള വഴി എന്താ? ഭഗവാന്റെ കഥാമൃതത്തിൽ മുങ്ങിക്കുളിക്കുക. എല്ലാ സംസാര ദുഃഖങ്ങളും എന്നേക്കുമായി ശമിക്കുന്നു. പിന്നെ ആധ്യാത്മിക, ആദിഭൗതിക, ആദി ദൈവികങ്ങളായ താപത്രയങ്ങളുടെ കാര്യം കിമുത പറയേണ്ടതുണ്ടോ എന്ന് ഒരു ചോദ്യമാണ്. വിസ്തരിച്ച് നമുക്ക് നാളെ രാവിലെ കാണാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ നോക്കാം. ഹരി ഓം.